കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. നിർമ്മല സീതാരാമനെ കഴിവില്ലാത്തവർ എന്ന് വിളിച്ചുകൊണ്ട് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ താളം തെറ്റിയെന്നും മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. മിസ്റ്റർ മോദി, രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ പാളം തെറ്റിയിരിക്കുകയാണ്. തുരങ്കത്തിന്റെ അവസാനത്തിൽ വെട്ടമില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ കഴിവുകെട്ട കേന്ദ്രമന്ത്രി പറയുന്നത് അവിടെ വെളിച്ചമുണ്ട് എന്നാണ്. എന്നെ വിശ്വസിക്കൂ, ഇത് സാമ്പത്തിക മാന്ദ്യം അതിന്റെ മുഴുവൻ വേഗതയിലും വരുന്നതാണ്, രാഹുൽ ഗാന്ധി പറയുന്നു. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. എണ്ണയുമായി ബന്ധപ്പെട്ട മേഖലകളിലെ സങ്കോചവും സിമന്റ് ഉൽപാദനവും മൂലം 8 പ്രധാന വ്യവസായങ്ങളുടെ വളർച്ച ജൂണിൽ 0.2% കുറഞ്ഞതായുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, റിഫൈനറി ഉൽപ്പന്നങ്ങൾ, രാസവളങ്ങൾ, ഉരുക്ക്, സിമന്റ്, വൈദ്യുതി എന്നിവയാണ് 8 പ്രധാന വ്യവസായങ്ങൾ. മെയ് മാസത്തിലെ വളർച്ച 4.3%, ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വളർച്ച 3.5%. GSTയും നോട്ട് നിരോധനവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അതിന്റെ അവസാനങ്ങളിൽ എത്തിച്ചെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.